ആദ്യത്തെ ലോങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ തമ്മിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇന്നൊരു ഈദ് വ്ളോഗാണ്. ഇത് അപ്ലോഡ് ചെയ്യാൻ കുറച്ചധികം ലേറ്റായി പോയി എന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ എന്നുള്ളതിൽ ഉണ്ട് എനിക്ക്. കാണിക്കുമ്പോൾ ഡ്രസ്സ് എടുക്കാൻ പോകുന്ന സമയം തൊട്ടേ കാണിക്കാമെന്ന് കരുതി. അപ്പോൾ ഞങ്ങൾ തലേ ദിവസമാട്ടോ ഡ്രസ്സ് എടുക്കാൻ പോയത്. ഞങ്ങൾ മഞ്ചേരിയിലുള്ള കംഫർട്ട് ഫാക്ടറിക്കാണ് എനിക്ക് ഡ്രസ്സ് എടുക്കാൻ പോയത്. അവിടുന്ന് ഒരു സ്കേർട്ടും ടോപ്പ് കണ്ടുവച്ചിനല്ലേ. പിന്നെ അതിൻ്റെ ഇടയിൽ ചിക്കു ജ്യൂസ് അടിച്ചിട്ടാ. ഇപ്പം ഞാൻ കാക്കാർക്ക് ഡ്രസ്സ് എടുക്കാൻ വന്നിക്കുകയാണ്. അപ്പോൾ കുറേ നേരം പോസ്റ്റ് ആയിക്കണ്. അപ്പോൾ പോസ്റ്റ് ചെയ്തതിൻ്റെ ക്ഷീണം മാറ്റാൻ എനിക്ക് ജ്യൂസ് ആയി തന്നു. ഞാൻ സെലക്ട് ചെയ്ത് വെച്ച ഡ്രസ്സ് എടുക്കാൻ പോന്നു. പിന്നെ എന്തെങ്കിലും നമ്നമ്മിന് വേണ്ടി ഷവർമ വാങ്ങാൻ വന്നതേനു. ഇപ്പം ഞാൻ എൻ്റെ ക്രാഫ്റ്റ്സിൻ്റെ ഐറ്റംസ് കുറച്ച് വാങ്ങാൻ പോയിനു അന്ന് തന്നെ. അപ്പോൾ ഞാൻ അതെന്തൊക്കെയാണ് നോക്കി. പിന്നെ ഞങ്ങൾ മെഹന്തി ഇടാന്നു. ഒന്ന് വെറൈറ്റിക്ക് ആയിട്ട് എൻ്റെ കാക്കയാണ് ഇട്ടന്നീനെ. ഇതിട്ട് കഴിയുമ്പോഴത്തേന് ഏകദേശം ഒരു 2 മണിക്കായിരുന്നു. ഞങ്ങളുടെ വീട്ടിലെ എല്ലാ ഈദിനും പുട്ടും ചിക്കൻ ഫ്രൈയും ആയിരിക്കും. അപ്പോൾ ഞങ്ങൾ ഇപ്രാവശ്യം ആ ചരിത്രം മാറ്റിയില്ല. പിന്നെ ഇപ്പോൾ ഈദിനുള്ള പായസത്തിൻ്റെയും ബിരിയാണീൻ്റെയും പ്രിപ്പറേഷൻസൊക്കെ തുടങ്ങിയിരുന്നു. പക്ഷെ ഞങ്ങൾ ഇപ്രാവശ്യം മാത്രം ഈദ്ഗാഹിന് പോയിട്ടില്ലേനു. പിന്നെ ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ അമ്മേൻ്റെ സ്പെഷ്യൽ ബിരിയാണി ഉണ്ടായിരുന്നു. അതും പിന്നെ ഡെസേർട്ടായിട്ട് ഐസ്ക്രീമും തിന്നു. പിന്നെ എൻ്റെ പരിപാടിയായിരുന്നു ഈ ഒരു സാധനം ഉണ്ടാക്കുക. കാണിച്ചു തരാം. പിൻട്രസ്റ്റിലൊക്കെ കാണുന്ന സംഭവമാണ്. വെയിലെടുക്കുമ്പോൾ നല്ല രസമാണ് കാണാൻ. ഇപ്പം ഞങ്ങൾ കസിൻസിൻ്റെ വീട്ടിലോട്ട് പോകാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ. പിന്നെ നമ്മളെല്ലാവരും ഫുൾ സെറ്റായി. ആദ്യമായിട്ട് റീലെടുക്കണ പൊലിയിലാണ്. പിന്നെ കസിൻ്റെ വീട്ടിലെ കാഴ്ചകളും ലോഡർ ഫ്രൈസൊക്കെ തിന്ന് അങ്ങനെ സമയം പോയി. ഇപ്പം ഞങ്ങൾ ബെല്ലീഫിൽ നിന്ന് എന്തെങ്കിലും സ്നാക്സ് ആയിട്ട് വാങ്ങാൻ എഴുതേനു. അപ്പോൾ ഈ മുതലുണ്ട് കേട്ടോ. അപ്പം ഇപ്പം ഞങ്ങൾ വീട്ടിൽ വന്ന് പടക്കം പൊട്ടിച്ചുന്ന പരിപാടിയില്ല. ഇത് കഴിഞ്ഞിട്ടുള്ള 2ാം പെരുന്നാളാണ്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പാലപ്പം ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ പരിപാടി ഉമ്മാൻ്റെ വീട്ടിലെല്ലാവരും ഒത്തുകൂടലാട്ടോ. അവിടെ എത്തിയപ്പോൾ തന്നെ അമ്മായി പായസം കൊണ്ടുവന്നു. പിന്നെ അങ്ങോട്ട് തിന്നലോട് തിന്നൽ തന്നെയാണ്. ചെറുതന്നെ അങ്ങനെ ഈ വർഷത്തെ പെരുന്നാളും കഴിഞ്ഞു. സോ ദാറ്റ്സ് ഫോർ ടുഡേ. അപ്പോൾ ഓക്കെ, ബൈ.